ഹലോ ഗായ്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സൺഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്ന് പറഞ്ഞാൽ ഇപ്പം റെജു ഇല്ല കേട്ടോ. റെജു എഡ്മണ്ടനിൽ ഇന്നലെ പോയി, അവരുടെ ഒഫീഷ്യൽ ട്രിപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് തിരിച്ചു വരുന്നുള്ളൂ. ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ എത്തും കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇടാൻ പോകുന്നത് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. ഇനി എന്ന് പറയണത് ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് ഞാൻ സെറ്റാക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഹെയർ ബ്രഷ് ചെയ്യാൻ കേട്ടോ. എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആയിപ്പോയി കേട്ടോ. ഭയങ്കര ഫ്രിസി ആൻഡ് ഡ്രൈ ആണ്. ഇതൊക്കെ എങ്ങനെ ശരിയാക്കും എന്നുള്ളത് എനിക്കറിയില്ല. പണ്ട് നാട്ടിൽ UAE ഇടയ്ക്ക് നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ടൈം ഫെയറിലായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഒരു കസിനും കൂടെ എല്ലാ പ്രാവശ്യവും നമ്മൾ ഫെയറിൽ പോയി എന്തെങ്കിലുമൊക്കെ ഹെയർ പ്രോട്ടീനും അതുമൊക്കെ ചെയ്യുമ്പോൾ നല്ലതായിട്ട് കിടന്നാണ്. ഇപ്പോൾ ഭയങ്കര ഡ്രൈ. പിന്നെ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ചെയ്യാത്തത്. പിന്നെ അപ്പം ഇന്നത്തെ പരിപാടി നമുക്ക് ആരംഭിക്കാം. ജസ്റ്റ് ഒന്ന് മുടിയൊന്ന് കെട്ടാം. കണ്ടോ, എല്ലാം ഭയങ്കര ഡ്രൈ ആയിപ്പോയി. ഭയങ്കരമായിട്ട് ടാങ്കിൾഡ് ആവും കേട്ടോ ഹെയർ. ശരി, അപ്പോൾ നമുക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടാം. ഞാനാണെങ്കിൽ എണ്ണയൊന്നും തേക്കത്തില്ല കേട്ടോ. എനിക്ക് പണ്ട് മൂലം എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ തലവേദന എടുക്കും. അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല. പണ്ട് മൂലമുള്ള ചിലപ്പോൾ എണ്ണ തേച്ച് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും. തേച്ചിട്ടേ ഇല്ല എന്നല്ല, തേച്ചിട്ടുണ്ട്. പക്ഷെ ബട്ട് സ്റ്റിൽ കണ്ടിന്യൂസ്ലി എണ്ണയൊന്നും തേക്കാൻ പറ്റാറില്ല. അപ്പം എനിക്ക് പെട്ടെന്ന് തലവേദനയൊക്കെ വന്നിട്ട് ആകെ പ്രശ്നം. മുടി കെട്ടിയാൽ ശരിയായില്ല. അപ്പം ഞാൻ പല്ല് തേച്ചായിരുന്നു. ഇനി നമുക്ക് അടുക്കളയിലോട്ടൊന്ന് പോവാം കണ്ടോ. ഓക്കെ, all set to go to the kitchen. കണ്ടോ സമയം. അപ്പം ഞാൻ ഒരു 9:30 കേട്ടോ ഞാൻ എണീറ്റത്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഉണ്ടാക്കുന്നില്ല. നൈനൂന് എന്തായാലും ചോക്കോസിലൊക്കെ കൊടുത്തങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ എന്തായാലും ഇനി ഡയറക്റ്റ് ഞാൻ ഉച്ചയ്ക്കുള്ള ചോറുണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് പോവാം. നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പം നമുക്ക് ഇന്നലെ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അടുക്കി വെക്കാം. അതൊക്കെ വാങ്ങി വെച്ചിട്ട് ഞാൻ അടുക്കിയൊന്നും വെച്ചില്ല കേട്ടോ. വന്നിട്ട് നേരെ കിടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇന്നലെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അടുക്കി വെക്കാം. ഇതൊക്കെ നമ്മുടെ ലഞ്ച് ബോക്സസ് ഒക്കെയാണ് കേട്ടോ. നമ്മൾ സ്കൂളിലും ഓഫീസിലും ഒക്കെ കൊണ്ടുപോകുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പല്ല് തേക്കണ്ടേ? പല്ല് തേക്കണം. പല്ല് തേക്കാൻ ഭയങ്കര മടിയാണ്. എന്നാലും ഞാൻ പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ പല്ല് തേക്കും അല്ലേ നൈനു? എല്ലാവരും നോക്കുന്നത് വാച്ചിങ് യു. നൈനു പല്ല് തേക്കോ? പല്ല് തേക്കോ? തേക്കാതെ പറ. അല്ലെങ്കിൽ അവർ വിചാരിക്കും അയ്യേ ഡേർട്ടി കുട്ടി പല്ലൊന്നും തേക്കാത്ത ഒരു നൈനു ആണെന്ന് വിചാരിക്കും. പല്ല് തേക്കോ? ആന്ന് പറ. അപ്പം നമുക്ക് ഇനി അരിയൊക്കെ ഒന്ന് ഇടാം കേട്ടോ. ചോറ് വെക്കാം. അങ്ങനെ ഞാൻ ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സാണ് കേട്ടോ ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നാളെയും ചിലപ്പം മറ്റന്നാളും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും ഒന്നും ചോറ് വെക്കാൻ പറ്റും കേട്ടോ. നടക്കുന്ന കാര്യമല്ല. അങ്ങനെ നമ്മളിപ്പോൾ വീക്കെൻഡ്സ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ 2-3 ദിവസം അതങ്ങ് ഓടും. പിന്നെ ഇവിടെ അങ്ങനെ റജുവിന് അങ്ങനെ വലിയ പ്രശ്നമൊന്നും കേട്ടോ. ഇന്നത്തേക്ക് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്കിതൊന്ന് കഴുകിയിട്ടങ്ങ് വെക്കാം. ഓക്കെ. അപ്പം ഞാൻ അരിയൊക്കെ കഴുകി ഇപ്പം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എന്ത് വെക്കണമെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഇനി പ്രോൺസ് ഉണ്ട് കേട്ടോ. പ്രോൺസ് ഇനി ഫ്രൈ ചെയ്യണോ പ്രോൺസ് തീയൽ വെക്കണോ എന്നുള്ളതാണ്. എനിക്ക് തീയൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ റജുവിന് വലിയ ഇഷ്ടമല്ല. പക്ഷെ എന്നാലും ഉണ്ടാക്കി കഴിക്കും. പിന്നെ ചിക്കൻ ഓൾറെഡി ഉണ്ട്. പിന്നെ അത് വെച്ചതുണ്ട്. അതിന് വേണമെങ്കിൽ കറിയാണ്. അതിന് ചിലപ്പോൾ വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ആക്കിയൊക്കെ എടുക്കാം വേണമെങ്കിൽ. ഇതാണ് എൻ്റെ പ്ലാൻ. പിന്നെ രസം ഇതൊക്കെയാണ്. പിന്നെ എന്തെങ്കിലും തോരനോ ബീൻസ് തിരിപ്പുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നൈനു ചോക്കോസ് തട്ടെ. I want a bar. You
You want bar? Yeah. Oatmeal bar? Yeah, oatmeal bar. ആണോ? ഇത് ചോക്ലേറ്റ് അല്ല കേട്ടോ, ഇത് മറ്റേ ചോക്ലേറ്റി ചിപ്പാണ്, പക്ഷെ നമ്മുടെ ഓട്ട്മീൽ ബാർ ആണ് കേട്ടോ. കുറച്ച് ഹെൽത്തി ആണിത്. എന്തായാലും ഓട്സ് ഒന്നും നൈന് കഴിക്കത്തില്ല, അപ്പൊ പിന്നെ ഇതിങ്ങനെയെങ്കിലും കഴിക്കട്ടെ. ക്വേക്കറിന്റെ. Thank you. You're welcome. അപ്പൊ നമുക്ക് ബീൻസ് ഉണ്ട് കേട്ടോ, നമുക്കിന്ന് ബീൻസ് അരിയാം. അപ്പൊ ഞാൻ ബീൻസ് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ അരിയാൻ പോവാണേ. അപ്പൊ നമുക്ക് അതിനിടയ്ക്ക് കുറച്ച് സംസാരിക്കാമല്ലോ. ഇവിടെ വിന്റർ ആണേ. വിന്റർ ടൈമിൽ ഭയങ്കര ഡിപ്രഷൻ തോന്നാറുണ്ട്. എല്ലാവർക്കും അങ്ങനെ തോന്നാറുണ്ടായിരിക്കും, മിക്കവാറും ഉള്ളവർക്ക് തോന്നാറുണ്ട്. കാരണം നമ്മൾ ഇപ്പൊ രാവിലെ ആയാലും നമ്മൾ വർക്കിന് പോകുമ്പോഴൊക്കെ ഇരുണ്ടിരിക്കും. അപ്പോഴത്തേക്കും അതൊരു ഭയങ്കര ഒരു ഡിപ്രഷനാണ് കേട്ടോ. നമുക്ക് രാത്രി ഏത് രാവിലെ ഏതെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ അതിനും ഇപ്പോഴും ചോദിക്കും രാത്രിയാണോ ഞാൻ സ്കൂളിൽ പോകുന്നതെന്നുള്ളത്. അത് പിന്നെ സണ്ണ് വന്നു കഴിഞ്ഞാൽ സണ്ണ് ചുമ്മാ ഒരു പേരിന് വന്നിട്ട് ഹലോ എന്ന് പറഞ്ഞ് വന്നിട്ട് പോകുന്ന പോലെ ഉള്ളൂ കേട്ടോ. വലിയ ചൂടൊന്നുമില്ല, വെറുതെ വന്നിങ്ങനെ തല കാണിച്ചിട്ട് പോകും. പക്ഷെ ചില സ്ഥലങ്ങൾക്ക് സണ്ണേ ഇല്ലല്ലോ, ഒരു 6 മാസത്തേക്കൊക്കെ ഇല്ലാന്ന് തോന്നുന്നു. ഇല്ലാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് വെളിച്ചമെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ വരും. അത് ആലോചിച്ചിട്ട് നമുക്ക് ആശ്വസിക്കാം. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ UAE ലൈഫ് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ UAE ലൈഫ് കുറച്ചും കൂടെ നമ്മൾ സെറ്റായിരുന്നില്ലേ. നമ്മൾ സെറ്റായിട്ട് പിന്നെ നമ്മൾ തിരിച്ചിവിടെ വന്നിട്ട് വീണ്ടും വി ഹാഡ് ടു സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച്. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ കൊച്ചു കുട്ടികളായിരിക്കണം. നമ്മൾ ഈ +2 ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന പിള്ളേരാണെങ്കിൽ ഇപ്പം ഒന്ന് എന്ത് സംഭവിച്ചാലും നാട്ടിൽ പോയാലും നമുക്ക് ഓക്കെ വീട്ടുകാരുണ്ടല്ലോ നോക്കാനായിട്ട്. ഇവിടെ അത് നടക്കൂലല്ലോ, ഇവിടെ നമ്മൾ തന്നെയാണല്ലോ വീട്ടുകാർ. അപ്പോൾ പിന്നെ അപ്പം അതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും UAE ലൈഫ് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും കാനഡ കൊള്ളൂല എന്ന് ഞാൻ പറയില്ല. കാനഡ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടുമായിരുന്നു, ഇഷ്ടമാണ്. പക്ഷെ എന്തോ നമ്മൾ അവിടെ ആയപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ റിലേറ്റീവ്സ് ആയാലും രജുവിൻ്റെ ബ്രദർ അമ്മ ഒക്കെ UAE-ലായിരുന്നു, കസിൻസ് ഒക്കെ. അപ്പോൾ അത് നമ്മൾ എപ്പോഴും അതുപോലെ ഇവിടെ ആരും ഇല്ല കേട്ടോ. നമുക്ക് നമ്മുടെ മനസ്സ് തുറന്ന് സംസാരിക്കാനോ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ആരുമില്ല ഇവിടെ. അതാണ് ഏറ്റവും വലിയൊരു ഡിപ്രഷനായിട്ട് എനിക്ക് തോന്നുന്നത്. സീസണൽ മറ്റേ വിന്റർ ഡിപ്രഷൻ അതിനേക്കാളും ഏറ്റവും കൂടുതൽ എനിക്കും രജുവിനും തോന്നിയിട്ടുള്ളത് ഞങ്ങൾക്ക് ആരുമില്ല ഇവിടെ. അത് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, അതാണ് സത്യം. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാനിതൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നതല്ല കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്, ആരും കാണില്ല നമുക്ക്. ഇനി ഈ ഒരു സ്ഥലം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇനി ചില ആൾക്കാരൊക്കെ നല്ലോണം അടിച്ചു പൊളിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്, ഫാമിലീസ് ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ആരുമില്ല, നമുക്കാരുമില്ല കേട്ടോ. ഉള്ളവരൊക്കെ ഉണ്ടാവും, പക്ഷെ ഞങ്ങൾക്ക് ആരുമില്ല. എനിക്ക് രജുവും ഞാനും, പിന്നെ നേഹ വിളിക്കുന്നതുകൊണ്ട് അവളോട് സംസാരിക്കും. പിന്നെ അമ്മമാർ രണ്ടുപേരും നാട്ടിൽ നിന്ന് എല്ലാ ദിവസവും വിളിക്കും കേട്ടോ. അതുകൊണ്ട് അതൊക്കെ ഒരു ആശ്വാസം. നമുക്ക് അറ്റ്ലീസ്റ്റ് വീഡിയോ കോളെങ്കിലും ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. പണ്ടൊക്കെ ലെറ്റേഴ്സ് ഒക്കെ അല്ലേ, ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ നമുക്ക് വീഡിയോ കോൾ എന്നും ചെയ്യുന്ന കാരണം നമുക്ക് അതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നാറില്ല, അത്രയും അങ്ങോട്ട് മിസ് ചെയ്യാറില്ല. പക്ഷെ എന്നാലും ഈ ഒരു നെടുവീർപ്പിൽ നിങ്ങൾ മനസ്സിലാക്കിയോളൂ, ഞങ്ങൾക്ക് ആരുമില്ല കേട്ടോ ഇവിടെ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം ഞങ്ങൾ തമ്മിൽ പറഞ്ഞു, ഒരു ഫ്രണ്ട് പോലും ഇല്ല നേരെ അത് പറയാനായിട്ട്. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒഫീഷ്യൽ അങ്ങനത്തെ പ്രശ്നം വരുമ്പോഴത്തേക്കും ഞാൻ ആതിരയെ വിളിക്കും സംസാരിക്കാനായിട്ട്. പിന്നെ നാട്ടിലെ ഫ്രണ്ട്സ് ഉണ്ട്, അവരോടൊക്കെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യും കേട്ടോ വിഷമങ്ങളൊക്കെ. ഈ ബീൻസ് അരിഞ്ഞിട്ടാണ് അടുത്ത കൊഞ്ച് ക്ലീൻ ചെയ്യാൻ. ഞങ്ങൾ കൊഞ്ചെന്നാണ് കേട്ടോ പറയുന്നത്, പ്രോൺസിന്. നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ ചെമ്മീൻ എന്നായിരിക്കും അല്ലേ? കുറേ ആൾക്കാർ ചെമ്മീൻ എന്ന് പറയും. പക്ഷെ ഞങ്ങൾക്ക് ചെമ്മീൻ എന്ന് പറയുന്നത് വേറൊരു മീൻ പോലെയാണ്. പക്ഷേ ഇത് ഞങ്ങൾ പ്രോൺസിന് കൊഞ്ച് എന്നാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ ബീൻസ് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ തോരൻ വയ്ക്കാം. തോരൻ വെച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ബീൻസ് അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സ് മാറി കേട്ടോ. ഞാൻ കൊഞ്ച് തീയൽ വെക്കാന്നല്ലേ വിചാരിച്ചേ. എന്നാൽ പിന്നെ ഇനി കൊഞ്ച് തീയൽ വെച്ചാൽ അതിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇന്ന് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നാളെ ഇനി രജു വർക്കിനൊക്കെ പോകുമ്പോൾ പിന്നെ അത് കൊണ്ടുപോകാൻ പറ്റൂലല്ലോ, അത് തികയത്തില്ല. അപ്പം ഞാൻ വെച്ചു ഞാൻ രസം ഉണ്ടാക്കാം, ബീൻസ് തോരൻ ഉണ്ടാക്കാം, പിന്നെ പ്രോൺസിനെ ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതാണ് എൻ്റെ പ്ലാനൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സ് മാറിയതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി ബീൻസ് തോരൻ വെക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ സൺഡേ എന്തൊക്കെ ഉണ്ടാക്കും?
പറ്റുമെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ചില ആൾക്കാരൊന്നും കമന്റ് ചെയ്യാറില്ല, ബട്ട് എന്നാലും ഞാൻ ചോദിക്കാം കേട്ടോ. സൺഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും സൺഡേ മാത്രമാണോ നിങ്ങൾ നോൺ വെജ് ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പൊ ഞാൻ ഇപ്പൊ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ചൂടായിട്ട് വേണം ഇടാൻ. നമ്മളിങ്ങനെ തന്നെയൊക്കെ കുക്ക് ചെയ്യുമ്പോഴില്ലേ, പണ്ട് അമ്മയും അമ്മൂമ്മയും ഒക്കെ ഉണ്ടാക്കി തരുന്ന കാലൊക്കെ. പിന്നെ എൻ്റെ കുഞ്ഞുമാമനുണ്ട് കേട്ടോ, എനിക്കൊരു മാമനുണ്ട്, ഭയങ്കരമായിട്ട് നല്ല കുക്ക് ചെയ്യും കേട്ടോ, നല്ല ടേസ്റ്റി ഫുഡാണ്. അങ്ങനെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ അമ്മൂമ്മ ഇപ്പം അങ്ങനെ കുക്ക് ചെയ്യാറില്ല. അമ്മൂമ്മ ചിലപ്പോൾ അരിഞ്ഞൊക്കെ തരും കേട്ടോ, ചില സമയത്ത്. അമ്മൂമ്മയ്ക്ക് ബോറടിക്കുമ്പോൾ അരിയാറുണ്ട്. പിന്നെ ഞങ്ങൾ നാട്ടിലോട്ടൊക്കെ നിന്ന് പോകുന്ന സമയത്ത് എൻ്റെ ഒരു മാമനുണ്ട് കേട്ടോ. മാമൻ ഞങ്ങളെ കാണാൻ വരും, എന്നിട്ട് മാമൻ അവിടെ നിൽക്കും കേട്ടോ, ഞങ്ങളുടെ കൂടെ സ്റ്റേ ചെയ്യും. അപ്പം ഭയങ്കര രസമാണ്. എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് അടിച്ച് പൊളിച്ച് ഇഷ്ടമുള്ള ഫുഡ് രാവിലെ എഴുന്നേക്കുമ്പോൾ ചോദിക്കും, മക്കളെ നിനക്ക് എന്ത് വേണോ, അതൊക്കെ ഇവിടെ വന്നിട്ട് നമ്മൾ തന്നെ എല്ലാം ചെയ്യണമല്ലോ എന്നാലോചിക്കുമ്പോൾ ഉള്ളൊരു മിന്നൽ ഭയങ്കര വിഷമമാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു പ്രിൻസസ് ട്രീറ്റ്മെന്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, നൈനൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഇനി വരൂ കുട്ടി, എല്ലാം ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഇതൊന്ന് ഇളക്കാമോ? ഇളക്ക പറയലൊന്നും ഇടരുതോ, ഓടി വാങ്ങിച്ചു. ഇങ്ങനെയാണോ ഇളക്കുന്നേ? ഫുള്ള് ഇളക്കണമല്ലോ. താഴെ ഇറക്കിയപ്പോ നൈനുന്റെ കൈ ഇടിച്ചു. എന്നാലും ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മനസ്സ് അതാരും കാണാതെ തോന്നുന്നു. ഹെൽപ്പ് ചെയ്യട്ടെ, മമ്മീനെ ഹെൽപ്പ് ചെയ്യോ? നൈനു പക്ഷെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എനിക്കൊരു മൂത്ത ആളുണ്ട്, നേഹ ചേച്ചി ലൈക്ക് ടു. അവള് കേട്ടാ പഞ്ഞിക്കിടും കേട്ടോ നമ്മളെ. ശരിക്കും കേട്ടോ, നൈനോനെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ നേഹ അങ്ങനെ ഇങ്ങനെയൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇനി വരുമ്പോ ചിലപ്പോ ഹെൽപ്പ് ചെയ്യായിരിക്കും. ഇപ്പൊ എല്ലാം തന്നെ ചെയ്യാൻ തുടങ്ങി അവിടെ. അപ്പൊ പിന്നെ ഇനി വരുമ്പോഴത്തേക്ക് ഹെൽപ്പ് ചെയ്യുമായിരിക്കും അല്ലേ? ഹെൽപ്പ് മമ്മ. എപ്പോഴും ഉറങ്ങണം കേട്ടോ. അതിങ്ങനെ ഒരു സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നാണ് ഞാൻ വിളിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ, കുട്ടി എണീപ്പിക്കണം ഇതിനെ. പക്ഷെ നോക്കാൻ ഈസി നേഹനായിരുന്നു കേട്ടോ, ഒരു ശല്യം ഇല്ലായിരുന്നു. ചുമ്മാ ഇരിക്കുമായിരുന്നു, തന്നെ കളിക്കും, എല്ലാം ചെയ്യായിരുന്നു. പക്ഷെ നൈനു ഉണ്ടല്ലോ, നൈനു അങ്ങനെയല്ല. നൈനുവിനെ എപ്പോഴും ആളിങ്ങനെ വേണം. നേഹ ആണെങ്കിൽ ഇപ്പൊ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയാലൊന്നും നേഹ ഒരു പ്രശ്നമില്ല, തന്നെ ചുമ്മാ ഉറങ്ങിക്കൊള്ളും കേട്ടോ, ഒരു പൂച്ച പോലെ കിടന്നുറങ്ങും. പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ, കരഞ്ഞോണ്ടിരിക്കും, ഏത് നേരം കരഞ്ഞോണ്ടിരിക്കും ഇങ്ങനെ. പക്ഷെ കൊച്ചിലെ ഭയങ്കര സ്മൈലി ആയിരുന്നു, ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. നേഹ എപ്പോഴും മറ്റേ ഇങ്ങനെ പൂച്ച പോലെ ഇങ്ങനത്തെ ഫേസാണ്. പക്ഷെ രണ്ട് മക്കളും എനിക്ക് ഒരുപോലെയാണ്. ഇതിന് മനസ്സിലാവത്തോണ്ട് കൊള്ളാം. മറ്റേ ശല്യം ചെയ്യൂല കേട്ടോ, ഒരു ശല്യമില്ല, ചുമ്മാ ഒന്നുമില്ല. I said she doesn't disturb me, but you disturb me a lot. Because I wake up early and this chichi sleeping. അതൊരു പോയിന്റ് ആണ്. Sprinkle some here. ഒരു സഹായം കിട്ടി. അപ്പൊ ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നൈനു എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. നൈനു, Yeah? കണ്ടോ? Hey guys, today I'm doing whatever this is called. Mama, can you tell me what's this called again? ഡയമണ്ട് ആർട്ട് കിറ്റ്. So it's a diamond art kit. നീ ചോറ് വെന്താന്നൊന്ന് നോക്കാമേ. ചോറായി കേട്ടോ. അപ്പൊ നമുക്ക് ചോറ് ആൻഡ് ബീൻസ് തോരൻ റെഡിയായി. ഇനി നമുക്ക് പ്രോൺസ് ക്ലീൻ ചെയ്യാം. അപ്പൊ ഇതാണ് കേട്ടോ ഫ്രോസൺ ആയിട്ട് ഒരു പാക്കറ്റിൽ വന്നതാണ്. അപ്പൊ ഞാൻ ഇനി ഇതിന് ക്ലീൻ ചെയ്യണം. അപ്പൊ ഞാനിങ്ങനെ നമ്മുടെ കൊഞ്ചിങ്ങനെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഇതെന്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മളിങ്ങനെ കൈ കൊണ്ട് കേട്ടോ ശരിക്കും നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചിങ്ങനെ പുളിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കുറച്ച് നേരം ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു മേ ബി ഒരു 10 or 15 minutes അങ്ങനെ നമുക്ക് വയ്ക്കാം കേട്ടോ. അപ്പം നമുക്കിനി രസം ഉണ്ടാക്കാം കേട്ടോ. ഇനി ഒരു മേ ബി ഒരു 1 or 2 hours റജു വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും നോക്കാം നമുക്ക്. അതുവരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംസാരിച്ചോടെ ഇരിക്കാം. പിന്നെ
കാനഡയിൽ വന്നത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ റിഗ്രറ്റ് ഇല്ലാതില്ല. കാരണം നമ്മൾ യു എയിൽ നമ്മളെല്ലാ ഫെസിലിറ്റീസിലും നമ്മളിങ്ങനെ ജീവിച്ചിങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് അങ്ങനെ തുടങ്ങുമ്പോൾ ഒരു വിഷമം, ആദ്യം മുതലേ എല്ലാം ചെയ്യുന്നതുകൊണ്ട് ഒരു വിഷമമുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. യു എ എന്തുകൊണ്ടോ അത് വേറൊരു വൈബായിരുന്നു യു എ എന്ന് പറയുന്നത്. എല്ലാവരും അടുത്തുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു അല്ലെങ്കിൽ പെട്ടെന്ന് നാട്ടിൽ പോവാം. ഇതിപ്പോൾ നമ്മൾ നാട്ടിൽ പോകണമെങ്കിൽ 10 ലക്ഷം വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ തിരിച്ചു വരണമല്ലോ വരാൻ പറ്റുകയാണെങ്കിൽ. അപ്പം അങ്ങനെ ആലോചിക്കുമ്പം കുറച്ച് കടുത്ത് പോകുന്നു എന്ന് നമുക്ക് തോന്നും. ഇതുവരെ പോയിട്ടില്ല കേട്ടോ. എന്തായാലും ഞാൻ പഠിത്തം കഴിഞ്ഞല്ലോ. ഞാൻ 2 ഇയർ കോഴ്സിനാട്ടോ വന്നത്. എന്നിട്ട് ഞാൻ നിർത്തിയായിരുന്നു. 1 ഇയർ കോഴ്സായിട്ട് നിർത്തിയില്ല, എന്നിട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സാക്കി ഞാൻ കൺവേർട്ട് ചെയ്തു. പിന്നെ എനിക്കൊരു ഫുൾ ടൈം ജോബ് കിട്ടി. അതൊക്കെ പെട്ടെന്നായിരുന്നു കേട്ടോ. ശരിക്കും ഭാഗ്യമാണ് അതങ്ങനെ പെട്ടെന്നൊന്ന് ജോലി കിട്ടിയത്. ഇനിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും ഇറങ്ങിപ്പോയി. ഇനിയൊരു തിരിഞ്ഞു നോട്ടം ഇല്ല. നമുക്ക് ഈ 2025 എന്നുള്ള വർഷം നമുക്ക് അനുകൂലമായി വരുമില്ലേ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആദ്യമൊക്കെ കുറച്ച് വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ആലോചിക്കുന്നു, ലെറ്റ്സ് സ്റ്റേ പോസിറ്റീവ്. അല്ലാതെ എന്ത് പറയാൻ, ഇപ്പം നമ്മൾ ഫുള്ള് നെഗറ്റീവ് അടിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഇറങ്ങി തിരിച്ചു അങ്ങ് നീന്ത് തന്നെ. അപ്പം നമ്മൾ രസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, രസം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വെക്കാൻ പോകുന്നത് പ്രോൺസ് ഫ്രൈ ആണ് കേട്ടോ. ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മളത് പാനിലേക്ക് ഇടാൻ പോകണം കേട്ടോ. സോ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളിങ്ങനെ പ്രോൺസ് ഇട്ട് കഴിഞ്ഞു. അതിനിടയ്ക്ക് ഇവിടെ രസം തിളച്ചിട്ടുണ്ട്. നമുക്കത് വാങ്ങി വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ പ്രോൺസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഞാൻ ചെറിയ ഉള്ളി ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട്. കുറച്ചൊരു നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇട്ടത്. പ്രോൺസ് ഫ്രൈ ഈസ് ഓൾസോ റെഡി നൗ. അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ല കുറച്ച് ചിക്കൻ ബാക്കിയുണ്ടെന്നുള്ളത്. അതിങ്ങനെ ഞാൻ ഒരു സെമി ഫ്രൈ ആയിട്ടോ കേട്ടോ. അതിന് ജസ്റ്റ് കുറച്ച് ഓയിലൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടെടുത്തു. അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ കുക്കിംഗ് ഇവിടെ കഴിഞ്ഞു. മൈ ഗോഡ്, ഞാൻ നല്ല ടയേർഡായി. ഇനി എല്ലാം ഞാൻ ടേബിളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ, അപ്പം ചോറ്, രസം, ബീൻസ്, പ്രോൺസ് ഫ്രൈ, ചിക്കൻ സെമി ഫ്രൈ. അപ്പം ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്ന് പറയുന്നത് ഞാൻ രജുവിനെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ 1:45 ആയി. എനിക്ക് തോന്നുന്നു ഒരു 2:33 ഒക്കെ ആകുമ്പോഴായിരിക്കും വരുന്നത്. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ബിക്കോസ് ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഇനി രജു എന്തെങ്കിലും കഴിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർന്നു ഞാൻ രജുവിനെ റെഡിയാക്കും. പക്ഷെ ഇല്ലയെന്നാണ് പറഞ്ഞ കേട്ടോ, കഴിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് വി നെവർ നോ. വരുമ്പോൾ ഞാൻ നോക്കാം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത്. എന്തായാലും അപ്പം ഇനി കുറച്ച് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. വരട്ടെ, രജു വരുമ്പോൾ എടുക്കാം. ടൈനോന് ഇങ്ങനെ ചോറ് വാരി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തന്നെ കഴിക്കുകയാണെങ്കിൽ പിന്നെ ഇത്രയൊന്നും കഴിക്കില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വാരി കൊടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ എൻ്റെ രജുക്കുട്ടൻ വന്നു. ഫൈനലി മിസ്റ്റർ രജു ആണ്. ഇത്രയും ലേറ്റായി. എനിക്ക് വിശന്നിട്ട് പോയി. ഹായ്, ചോറായിട്ടാവുള്ളൂ. ഇവിടെ ഒന്നുമില്ല. ഞാൻ പോട്ടെ. എവിടെ പോട്ടെ? അപ്പൊ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരുമോ? താങ്ക് യു സോ മച്ച്. രാഷ്ട്രം അങ്ങേ നമിക്കുന്നു. രാഷ്ട്രം അങ്ങേ നമിക്കുന്നു. നമ്മൾ വിശന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ കയറി വരുമ്പോഴത്തേക്കും ഈ ഫുഡൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് ടേബിളിൽ ഇരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നാറില്ലേ? അതുപോലെ സന്തോഷമായിരുന്നു കേട്ടോ റജുവിന് ഈ ഫുഡൊക്കെ കണ്ടപ്പോൾ. വന്നോടനെ തന്നെ റജു ഒന്ന് ഫ്രഷ് ആവാൻ പോയായിരുന്നു. ആ നേരം കൊണ്ട് ഞാൻ എല്ലാം ഒന്ന് വിളമ്പി വെച്ചായിരുന്നു കേട്ടോ. എനിക്കും വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ. ഇത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. റജുവിന് വിളമ്പി വെച്ച ശേഷം ഞാൻ എൻ്റെ പ്ലേറ്റിലേക്കും ഞാനും വിളമ്പി വെച്ചു കേട്ടോ. അപ്പോഴേക്ക് റജു എത്തിക്കഴിഞ്ഞായിരുന്നു.
നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഫ്രോസൺ കൊഞ്ച് ട്രൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ എങ്ങനെയുണ്ടോയെന്ന് ചോദിച്ചത്. എന്തായാലും രജു എനിക്കൊന്ന് വായിൽ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാലും കൊള്ളാട്ടോ. എന്നിട്ട് ഞങ്ങളിങ്ങനെ കഴിക്കാനിരുന്നു. അങ്ങനെ നല്ല തൃപ്തിയോടെയാണ് കേട്ടോ ഞങ്ങൾ രണ്ടും കൂടെ ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാൻ അതിനെ കുളിപ്പിച്ചെടുത്തായിരുന്നു. ഇങ്ങനെ കളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നാലേ അവൾ കേൾക്കുള്ളൂ കേട്ടോ. ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവൾ ഓടിപ്പോയി. ഇനി അടുത്ത എൻ്റെ കുളിയുടെ ടൈമായി കേട്ടോ. കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് കിടന്നുറങ്ങുന്നതാണ് ഏറ്റവും നല്ല സുഖമായിട്ടുള്ളത്. അപ്പോൾ കാണാം. അപ്പോൾ ഞാൻ മേലാണ് കേട്ടോ കുളിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു സ്കിൻ കെയർ ചെയ്യും ഞാനിവിടെ. അണ്ടർ ഐയും അറൗണ്ട് ദ ഐസും ഒക്കെ. കാരണം ഇതൊക്കെ ചെയ്തില്ലെങ്കിലേ നമുക്കൊന്ന് പിടിച്ച് നിൽക്കാൻ പോലും പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ അറൗണ്ട് ദ ഐസ് ഞാൻ ചെയ്ത് ലോറിയലിൻ്റെ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ലോറിയലിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡ് സെറം ഉണ്ട് കേട്ടോ, ബ്രൈറ്റനിങ്ങിൻ്റെ. അപ്പോൾ അത് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫേസിൽ ഇടും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഒരു മസാജ് ചെയ്ത് കൊടുക്കും. ഇതൊക്കെ ചെയ്ത് കിടക്കുന്നത് നല്ലതാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യണത്. എപ്പോഴും സ്ഥിരമൊന്നും ചെയ്യാറില്ല കേട്ടോ. ചില ദിവസമൊക്കെ ഞാനങ്ങനെ സ്കിപ്പ് ആവാറുണ്ട്. ഓക്കെ, ഇനി ഞങ്ങളൊരു സിനിമ കാണാൻ പോകണം, ഒരു ചാനൽ മൂവി. പിന്നെ ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതൂടെ ഇടും കേട്ടോ. ഇതൊരു കാലിൽ നമ്മുടെ ഫീറ്റ് ക്രാക്കൊന്നും വരാതിരിക്കാനാണ് കേട്ടോ. ഇത് നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യം നമ്മൾ നല്ലോണം തേച്ച് കഴുകിയിട്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ ടെമോന്ന് കൊണ്ട് ഓർഡർ ചെയ്താണ്. EOURHSA എങ്ങനെ പറയുന്നുള്ളത് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് 2 സോക്സും കൂടെ ഇടും കേട്ടോ. ഒരേ കളർ സോക്സ് കിട്ടിയില്ല. അതുകൊണ്ട് ഇതും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ കാലിട്ടിട്ട് പിന്നെ ഞങ്ങൾ സിനിമയ്ക്ക് പോവാണ് കേട്ടോ. ഇവിടെ ഫ്രണ്ട് റൂമിൽ, തിയേറ്ററിലല്ല കേട്ടോ. ഏത് സിനിമ കാണാൻ പോകുന്നേ? പേരറിഞ്ഞൂടെ? ഒരു തമിഴ് മൂവിയാണ്. മകളർ മട്ടം ലേഡീസ് ഓൺലി. അങ്ങനെയാണോ എന്നർത്ഥം? ഓക്കെ, അപ്പം നമ്മൾ മൂവി കാണാൻ പോവാണ്. മൂവി കണ്ടുകൊണ്ടിരുന്നപ്പോൾ കേട്ടോ പെട്ടെന്ന് ഒരു വിശപ്പിടിച്ചത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പിസയൊക്കെ ഓർഡർ ചെയ്തു. നമ്മൾ 3 പേരും നല്ലോണം കഴിച്ചു കേട്ടോ. 2 പീസ് വന്നാൽ നാളത്തേക്കും വെച്ചു. കുട്ടിന് ഉറക്കം വരുവാണോ? പിന്നെ ഇതല്ല, അതിന് ഉറങ്ങാറായി. നാളെ രാവിലെ സ്കൂളിൽ പോകണം. മമ്മയ്ക്ക് വർക്ക്, പപ്പയ്ക്ക് വർക്ക്. അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കഴിഞ്ഞത്. അപ്പം ഗുഡ് നൈറ്റ്.